നമസ്കാരം. മലയാളികൾ ആരാ മോൻ? എന്ത് മണ്ടത്തരം കാണിച്ചാലും ആരും അറിയില്ല എന്ന് വിചാരിച്ചോ? അതും കേരളത്തിൽ. സാമാന്യ ബുദ്ധിയും ബോധവുമുള്ളവരാണ് മലയാളികൾ. ദിവസേന പത്രം വായിക്കുകയും അതിലൂടെ കൂടുതൽ അറിവുകൾ നേടുകയും ചെയ്യുന്നവരാണ്. മാത്രവുമല്ല, ചുറ്റുവട്ടത്ത് നടക്കുന്ന എന്ത് കാര്യത്തിനെ പറ്റി നോക്കുകയും കാണുകയും മനസ്സിലാക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നതാണ് മലയാളിയുടെ ഒരു പൊതു സ്വഭാവം. ഇമാതിരി മണ്ടത്തരങ്ങൾ കണ്ടാൽ നാട്ടുകാർ ഒറ്റക്കെട്ടായി നിന്ന് പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രവുമല്ല, ആ നിർമ്മാണങ്ങൾ തടയുകയും ചെയ്യും. NH-66 പണി കേരളം ഒട്ടാകെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനിടയിലുണ്ടായ ഒരു ഭൂലോക മണ്ടത്തരമാണ് ഇവിടെ സംഭവിച്ചത്. ഇതിനെപ്പറ്റി കഴിഞ്ഞ മെയ് മാസത്തിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ പ്രശ്നത്തിന്റെ റിസൾട്ടാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഒരു പുഴയിലൂടെയുള്ള ജലഗതാഗതം എന്നേക്കുമായി ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് പുതിയ NH-66 പാലം നിർമ്മിക്കുന്നത്. വലിയ ഒരു പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന വിശാലമായ പാലത്തിന്റെ അടിയിൽ ജലഗതാഗതത്തിന് നൽകിയിരിക്കുന്ന ക്ലിയറൻസ് അഥവാ പാലത്തിന്റെ പൊക്കം കഷ്ടി 2 മീറ്റർ മാത്രം. അതായത് ജലനിരപ്പിൽ നിന്നും പാലത്തിന്റെ അടിത്തട്ടിലേക്കുള്ള ഉയരം 2 മീറ്റർ മാത്രമായിരുന്നു ആദ്യ നിർമ്മാണ ഘട്ടത്തിൽ കണ്ടത്. അതായത് വഞ്ചികൾ ഒഴികെ മറ്റു ബോട്ടുകൾക്കൊന്നും പാലത്തിന്റെ അടിയിൽ കൂടി പോകാൻ സാധിക്കുകയില്ല എന്നർത്ഥം. ഇത്രയും വലിയൊരു പുഴയുടെ ജലഗതാഗതം എന്നേക്കുമായി അടച്ചു കെട്ടിക്കൊണ്ടാണോ പാലം വരുന്നത്? നോക്കൂ, തൊട്ടടുത്ത് തന്നെ 100 വർഷം പഴക്കമുള്ള ഒരു പാലം കാണാം. അതിന് സമീപത്തായി 45 വർഷങ്ങൾക്ക് മുമ്പ് പണിത പാലവും കാണാം. ഈ 2 പാലങ്ങൾക്കും 4 മീറ്റർ ക്ലിയറൻസ് ഇട്ടിരിക്കുന്നു. ഇത്രയും പഴയ പാലങ്ങൾക്ക് 4 മീറ്റർ ക്ലിയറൻസ് ഉള്ളപ്പോൾ അതിൻ്റെ സമീപത്ത് പണിയുന്ന പുതിയ പാലത്തിന് 2 മീറ്റർ ക്ലിയറൻസും മാത്രമെന്ന് പറയുന്നത് എന്തൊരു മണ്ടത്തരമാണ്. 100 കണക്കിന് എഞ്ചിനീയേഴ്സും കൺസൾട്ടൻസും എത്രയെത്ര ഇൻസ്പെക്ഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കുന്നത്. അവർക്കാർക്കും ഇത് മനസ്സിലാക്കാനുള്ള വിവരമില്ലായിരുന്നു. എന്നാൽ നമ്മൾ മലയാളികൾ വിടുമോ? പണികൾ ഒരു ഘട്ടത്തിലായി കഴിഞ്ഞപ്പോൾ നടുക്കും വശങ്ങളിലുമായി പുതിയ പില്ലറുകൾ സ്ഥാപിക്കുകയും അതിൻ്റെ മുകളിലേക്ക് പ്രീകാസ്റ്റ് ഗേർഡർ കൊണ്ട് വച്ചപ്പോൾ മാത്രമാണ് മലയാളികൾക്ക് അല്ലെങ്കിൽ ആ പരിസരവാസികൾക്ക് ബോധ്യപ്പെട്ടത് ഇതിന് ക്ലിയറൻസ് കുറവാണെന്ന്. ഇതിൻ്റെ അടിയിൽ കൂടി ബോട്ടുകൾക്ക് പോകാൻ സാധിക്കുകയില്ല എന്ന്. സ്വാഭാവികമായിട്ടും ജനങ്ങൾ പ്രതികരിച്ചു. ജനങ്ങൾ ഇളകി സംഘടിച്ചു. പ്രൊട്ടസ്റ്റായി കളക്ടർ ഇടപെട്ടു. നിർമ്മാണം നിർത്തിവെച്ചു. ചർച്ചകൾക്കൊടുവിൽ NH അധികൃതർക്ക് കാര്യം ബോധ്യപ്പെട്ടു. മാറ്റങ്ങൾക്ക് വഴങ്ങി. ഇതാ 6 മാസങ്ങൾക്ക് ശേഷം ആദ്യം പണിത പില്ലറിന്റെ മുകളിൽ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഉയരം കൂട്ടി ഗേർഡറുകൾ അതിൻ്റെ മുകളിൽ സ്ഥാപിക്കുന്ന ജോലികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ടൂറിസ്റ്റ് പ്രാധാന്യമുള്ള മുസ്രീസ് പ്രദേശത്ത് ധാരാളം ബോട്ടുകൾ പോകുന്നതും കൂടുതൽ ടൂറിസ്റ്റ് ബോട്ടുകൾ പോകാൻ സാധ്യതയുമുള്ളതാണ് പറവൂർ പുഴ. അത് അടച്ചു കെട്ടാൻ പോയാൽ സമ്മതിക്കുമോ? ഇപ്പോൾ പുതിയതായി വന്ന മാറ്റം അനുസരിച്ച് ആദ്യത്തെ ഗേർഡറിനേക്കാൾ 2 മീറ്ററോളം കൂടുതൽ, അതായത് 4 മീറ്റർ ക്ലിയറൻസ് വരുന്നത് കൊണ്ട് ഇരുവശങ്ങളിലേക്കും വരുന്ന റോഡിന്റെ ഇൻക്ലിനേഷനിൽ വരുന്ന മാറ്റം കൊണ്ടാകാം ഒരു പക്ഷേ പണികൾ പുനരാരംഭിക്കാൻ ഇത്രയും കാലതാമസം വന്നത്. ഇതുപോലെയുള്ള ജനറിക് എറർ, മണ്ടത്തരങ്ങൾ, തെറ്റുകൾ കണ്ടാൽ അത് ഗ്രാസ്പ് ചെയ്യാനും തിരിച്ചറിയാനും എതിർക്കാനുമുള്ള മലയാളികളുടെ കഴിവ് അപാരം തന്നെയാണ്. എന്നാൽ ചിലപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെ എതിർക്കും എന്നുള്ളതും നമ്മുടെ ഒരു സ്വഭാവമാണ്. ഇക്കാര്യത്തിൽ എതിർത്ത് എല്ലാ നാട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. കാരണം ഇതൊരു ജെനുവിൻ റെലവൻറ്റ് കേസ് തന്നെയായിരുന്നു. അതായത് ന്യായമായ പ്രൊട്ടസ്റ്റ്.